സംസ്ഥാനത്ത് പഞ്ചസാര വില കുതിച്ചുയരുന്നു. ഒരു മാസത്തിനിടെ 10% വില വർദ്ധിച്ചത്. 15 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന വിലയാണിത്. മധുരത്തിന് പ്രാധാന്യമുള്ള ഉത്സവ സീസൺ അടുത്തെത്തിയതോടെ അവിഭാജ്യമായ പഞ്ചസാര വില കുതിക്കുകയാണ്. ഒരു മാസത്തിനിടെ കിലോയ്ക്ക് 11% വില വർധനവുണ്ടായത്. ക്വിൻ്റലിന് 5560 രൂപയാണ് കഴിഞ്ഞ ദിവസത്തെ വില. ജൂണിൽ തുടങ്ങിയ വർധന ജൂലൈ മാസത്തിൽ ക്വിൻ്റലിന് 4470 രൂപയായിരുന്നു. 1.5 പതിറ്റാണ്ടിനിടെ രാജ്യത്ത് പഞ്ചസാരയ്ക്കുണ്ടായ ഉയർന്ന വിലയാണിത്. 2010 4433 രൂപയായിരുന്നു ഇതിനു മുമ്പത്തെ ഉയർന്ന വില. കർണാടകയിലെ നഞ്ചൻകോട് മാർക്കറ്റിൽ 5074 രൂപ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം 5400 ഉയർന്നു. ഗുണമേന്മ കൂടിയതും മലയാളികൾക്ക് പ്രിയമേറിയതുമായ ബിഹാരി ഇനമാണ് കർണാടകയിൽ നിന്ന് സംസ്ഥാനത്തേക്ക് വരുന്നത്. മഹാരാഷ്ട്രയിൽ 4950 ആയിരുന്ന വില 5210 വർദ്ധിച്ചു. ചില്ലറ വിപണിയിലെ പണപ്പെരുപ്പം ഉയർന്നതോടെ കേന്ദ്ര സർക്കാർ ഓഗസ്റ്റ് 1 മുതൽ പഞ്ചസാര കയറ്റുമതി നിയന്ത്രണം സംഭരണ നിയന്ത്രണവും നടപ്പാക്കിയിട്ടുണ്ട്. ഈ സീസണിലെ പഞ്ചസാര ഉൽപ്പാദനം ഒക്ടോബറിലാണ് തുടങ്ങുക. ആ സമയത്ത് മില്ലുകളുടെ കൈവശമുള്ള അവശ്യവസ്തുക്കളുടെ ശേഖരം 3.5 ദശലക്ഷം ടണ്ണായി കുറയും. 3 പതിറ്റാണ്ടിലെ ഏറ്റവും കുറഞ്ഞ അളവാണിത്. ഉൽപ്പാദനം കുറഞ്ഞതോടൊപ്പം 8 ലക്ഷം ടണ്ണോളം പഞ്ചസാര ഈ സീസണിൽ കയറ്റുമതി ചെയ്തതും വിലക്കയറ്റത്തിന് ഇടയാക്കി. വിപണിയിലെ ഇപ്പോഴത്തെ ആവശ്യത്തിനായി കേന്ദ്ര ഇടപെടൽ ആവശ്യമാണ്. വിവിധ മധുരപാനീയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വൻകിട വ്യവസായ കമ്പനികൾ വൻതോതിൽ പഞ്ചസാര ശേഖരിച്ചു വെച്ചതും വിലക്കയറ്റത്തിന് കാരണമായതായി വ്യാപാരികൾ പറയുന്നു. ഒരു മാസത്തേക്ക് 21.5 ലക്ഷം ടൺ മാത്രമേ വ്യാപാരികൾ സംഭരിക്കാവൂ എന്ന മാർഗനിർദ്ദേശം ഓഗസ്റ്റ് മുതൽ പ്രാബല്യത്തിലുണ്ട്. എന്നാൽ ഈ നിയന്ത്രണം പഞ്ചസാര വിതരണക്കാർക്ക് മാത്രമാക്കി വ്യവസായ മേഖലയെ ഒഴിവാക്കിയത് തിരിച്ചടിയായി. കുത്തക കമ്പനികളുടെ ശീതളപാനീയ ഉൽപ്പാദനത്തിനായി വൻതോതിൽ പഞ്ചസാര ശേഖരിച്ചു വെച്ചതായും വ്യാപാരികൾ പറയുന്നു. കേരളത്തിൽ ഓണവും ഉത്തരേന്ത്യയിലെ ദീപാവലി, ദസറ, വിനായക ചതുർത്ഥി, ശ്രീകൃഷ്ണജയന്തി തുടങ്ങിയ ആഘോഷങ്ങളും ഈ അടുത്ത ദിവസങ്ങളിലാണ് നടക്കുന്നത്. പഞ്ചസാര ഉപയോഗം കൂടുതലുള്ള ഉത്സവമാണ് ഇവയെല്ലാം. യുപിയിലും മഹാരാഷ്ട്രയിലും നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെയും പഞ്ചസാര വില വർധനവ് ബാധിച്ചേക്കും. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.